പ്രതിഷേധത്തിന് പിന്നാലെ കോഴിക്കോട് ആവിക്കൽ തോട് കോതി മാലിന്യ സംസ്കരണ പദ്ധതി മറ്റൊരിടത്ത് സ്ഥാപിക്കാൻ തീരുമാനം. പദ്ധതി കോർപ്പറേഷന് കീഴിലുള്ള വെസ്റ്റിൽ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് ഭൂമിയിൽ നടപ്പിലാക്കും. ആവിക്കൽ തോട് കോതി എന്നിവിടങ്ങളിൽ വിഭാവനം ചെയ്ത 2 പ്ലാന്റുകൾ ഒറ്റ പദ്ധതിയാക്കി വെസ്റ്റിൽ കൊണ്ടുവരാൻ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിൽ അംഗീകാരം നൽകി. ഷിത ജഗത്ത് വിവരങ്ങൾ നൽകും. ഷിത, വലിയ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ മാലിന്യ പ്ലാന്റ് മാറ്റി സ്ഥാപിക്കാനുള്ള ആലോചനകളിലാണ്. എങ്ങനെയൊക്കെ ആയിരിക്കും തീരുമാനം നടപ്പിലാക്കുക? സൈഫുദ്ദീൻ, വലിയ പ്രതിഷേധങ്ങളെ തുടർന്ന് കോതിയിലെയും ആവിക്കലിലെയും മാലിന്യ പ്ലാന്റുകളുടെ നിർമ്മാണ പ്രവൃത്തിയുടെ ഒരു കാലാവധി പോലും പിന്നിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ പ്രതിഷേധത്തെ തുടർന്ന് അവിടെ യാതൊരു രീതിയിലുള്ള പ്രവർത്തനങ്ങളും തുടങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് അപ്പോൾ തന്നെ ഉയർന്നിരുന്ന ഒരു ആവശ്യം എന്ന് പറയുന്നത് ജനവാസ മേഖലയല്ലാത്ത മറ്റൊരിടത്തേക്ക് ഈ പദ്ധതി സ്ഥാപിക്കണമെന്നുള്ളതായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വെസ്റ്റ് ഹില്ലിലുള്ള ഇൻഡസ്ട്രിയൽ പ്ലാന്റിലെ സ്ഥലത്തേക്ക് ഈ 2 പദ്ധതികൾ, ആവിക്കലിലെയും കോതിയിലെയും പദ്ധതികൾ, സോൺ എയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പദ്ധതികളാണ് രണ്ടും. ആ 2 പദ്ധതികളും ഇവിടെ ഒറ്റ പദ്ധതിയായി സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ഇന്ന് കോഴിക്കോട് കോർപ്പറേഷനിൽ നടന്ന സ്പെഷ്യൽ കൗൺസിലിൽ സ്പെഷ്യൽ കൗൺസിൽ ഈ അജണ്ട അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രതിപക്ഷം പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ വിജയമാണെന്നുള്ളതാണ്. കാരണം അവർ വലിയ രീതിയിൽ തന്നെ ഈ പദ്ധതിയെ എതിർത്തിട്ടുണ്ടായിരുന്നു. വലിയ കോതിയും ആവിക്കലും നമുക്കറിയാം വലിയ ജനവാസ മേഖലയാണ്. ആ ഒരു സ്ഥലത്ത് ഇത്തരം പദ്ധതി സ്ഥാപിക്കുന്നതോടുകൂടെ തന്നെ ആളുകൾക്കുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു പ്രതിപക്ഷം ആദ്യം തന്നെ ഉന്നയിച്ചിരുന്നത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വെസ്റ്റ് ഹില്ലിലെ ഇൻഡസ്ട്രിയൽ പാർക്കിലേക്ക് ഈ പദ്ധതി സ്ഥാപിക്കാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. എന്നാലും ഉടൻ തന്നെ ഇതിന്റെ DPR നടപടികളിലേക്ക്, ടെൻഡർ നടപടികളിലേക്ക് കടക്കുമെന്നാണ് കൗൺസിൽ അറിയിച്ചിട്ടുള്ളത്. സൈഫുദ്ദീൻ. ശരി ഷിത.